ഹലോ ഗൈസ്, ഞാൻ അർസൽ, ഗവൺമെൻറ് TTL 2ാം വർഷ DLED ജനറൽ വിദ്യാർത്ഥിയാണ്. നമുക്കിന്നിങ്ങനെ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് വേർഡ്പ്രസ്, ബ്ലോഗർ എന്നിങ്ങനെ രണ്ട് വെബ്സൈറ്റ് അല്ലെങ്കിൽ രണ്ട് ടൂളിൻ്റെ സഹായത്തോടു കൂടി ഒരു ബ്ലോഗ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ വേർഡ്പ്രസ്സും ബ്ലോഗറും മാത്രമല്ല, വേറെയും കുറേയേറെ ടീമുകൾ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ബ്ലോഗിൻ്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബ്ലോഗറാണ്. ബ്ലോഗർ ഗൂഗിളിൻ്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ്. ബ്ലോഗർ എന്ന് ഒന്നെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ blogger.com എടുക്കുക. blogger.com എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ ക്രിയേറ്റ് യുവർ ബ്ലോഗ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പോകും. സോ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് അവിടെ ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ പുതിയൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി സൈൻ ഇൻ ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്യുമ്പം പാസ്വേഡ് ചിലപ്പോൾ ചോദിക്കും, അന്നേരം പാസ്വേഡ് എന്തായാലും ഓർത്തിരിക്കണം. ചൂസ് എ നെയിം ഓഫ് യുവർ ബ്ലോഗ്, നിങ്ങളുടെ ബ്ലോഗിനൊരു പേര് സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ GTTI കൊല്ലം എന്ന് കൊടുക്കുവാണ്. ഓക്കെ, GTTI കൊല്ലം എന്ന് കൊടുത്തു. നെക്സ്റ്റ് നമ്മുടെ ഒരു ഇതാണ് ഡൊമൈൻ .blogspot.com. ഇപ്പം നമുക്കറിയാം, നമ്മൾ flipkart.com, amazon.com അതുപോലെയുള്ള പല വെബ്സൈറ്റുകളിലും നമുക്കറിയാം ഈ ഒരു സംഭവമാണ് ഡൊമൈൻ flipkart.com. ഈ ഒരു URL ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു വെബ്സൈറ്റിലോട്ട് കയറുന്നത്. സോ ഇതിന് പറയുന്ന പേരാണ് ഡൊമൈൻ. ഇപ്പം നമുക്ക് ഒരു സബ് ഡൊമൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് മെയിനായിട്ട് ഒരു ഡൊമൈൻ വേണമെങ്കിൽ ആ ഒരു ഡൊമൈൻ വാങ്ങാൻ പറ്റും. അതായത് ഇപ്പം GTTI കൊല്ലം .blogspot.com. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് അവൈലബിൾ ആണെങ്കിൽ അത് തരും. GTTI കൊല്ലം .blogspot.com. ഓക്കെ, നമ്മുടെ URL ആയിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ എന്തിനും കൊടുക്കണമെന്ന്. ഓക്കെ, GTTI കൊല്ലം തന്നെ കൊടുക്കാം. ഡിസ്പ്ലേയിൽ എന്ത് പേര് കൊടുക്കണമെന്ന്. ഫിനിഷ് ആയിട്ടുണ്ട്. ഫിനിഷിൽ ക്ലിക്ക് ചെയ്യാം. ഫിനിഷിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ച് സമയം പ്രോസസ്സിങ് വരും. കുറച്ചൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇവിടെ സെറ്റിങ്സ് എടുത്താൽ എഡിറ്റ് ചെയ്യാനുണ്ടാവും, എഡിറ്റ് പ്രൊഫൈലൊക്കെ ഉണ്ടാവും. GTTI കൊല്ലം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗാണ് ഇവിടെ കാണുന്നത്. സോ GTTI കൊല്ലം എടുക്കാം. അതായത് നേരത്തെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അക്കൗണ്ടാണ് യുവർ ബ്ലോഗ്സ്. ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ തുടങ്ങിയ ഒരു ബ്ലോഗാണ് GTTI കൊല്ലം. ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും ബ്ലോഗ് അഡ്രസ്സ് GTTI കൊല്ലം .blogspot.com. ഉണ്ടോ, ഇതൊരു സബ് ഡൊമൈനാണ് .blogspot.com. അതിൻ്റെ കൂടെ ബ്ലോഗ് സ്പോട്ട് എന്നും കൂടി വരും. അതല്ലാതെ മെയിൻ ഡൊമൈൻ വേണമെങ്കിൽ നമുക്ക് ഒരു ഡൊമൈൻ വാങ്ങിയിട്ട് കണക്ട് ചെയ്യാം. ഒരു ഡൊമൈൻ വാങ്ങണമെങ്കിൽ 600-700 റുപ്പിയാവും ഒരു വർഷത്തേക്ക്. അത് പിന്നീട് നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ വേണമെങ്കിൽ ഇപ്പം flipkart.com പോലെ നമുക്ക് വേണമെങ്കിൽ GTTI കൊല്ലം .com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ എന്ന് പറയുന്നൊരു ഡൊമൈൻ വാങ്ങിയിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണുള്ളത്. ഓക്കെ, ഇപ്പം നമ്മളൊരു ബ്ലോഗ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഒരു തീം സെറ്റ് ചെയ്യണം. ഇവിടെ തീം സെലക്ട് ചെയ്യുവാണെങ്കിൽ കുറേയേറെ തീംസ് കാണാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ കുറേയേറെ തീംസ് കാണാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്കത് കസ്റ്റമൈസ് ചെയ്യാം. ജസ്റ്റ് പ്രിവ്യൂ നോക്കാം. പ്രിവ്യൂ നോക്കിയാൽ ആ തീം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്ന് കാണാനായിട്ട് പറ്റും. പ്രിവ്യൂ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ആ ഒരു ഫോട്ടോസൊക്കെ മാറ്റാം, ബാക്ക്ഗ്രൗണ്ട് ഇമേജൊക്കെ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുത്താൽ ആ ഒരു തീം സെറ്റാവും. ഇതിൽ കുറച്ച് അധികം തീംസ് ഉണ്ട്. ഏത് തീമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓണായിട്ട് ഒരു തീമുണ്ട്, അങ്ങനെ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു എഡിറ്റ് HTML കൊടുത്തിട്ട് ആ HTMLൻ്റെ അവിടെ നിങ്ങൾ കോഡ് ചെയ്ത ഒരു തീം കൊടുക്കാവുന്നതാണ്. പോസ്റ്റസിലേക്ക് വന്നാൽ ക്രിയേറ്റ് ന്യൂ പോസ്റ്റ്, ഒരു ന്യൂ പോസ്റ്റ്
ക്രിയേറ്റ് ചെയ്യാൻ വ്യൂ ഉണ്ട്, കമ്പോസ് വ്യൂ ഉണ്ട്. HTML വ്യൂ കോഡ് അല്ലെങ്കിൽ HTML കോഡിങ്ങോ മറ്റേതെങ്കിലും തരത്തിലുള്ള കോഡൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള ബ്ലോഗുകൾ നിർമ്മിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടും ക്രിസ്മസ് ആകുമ്പോഴും ഒക്കെ കുറേ പോസ്റ്റുകൾ വാട്സപ്പ് വഴി വരുന്നത്. അതൊക്കെ ഈ ഒരു HTML വ്യൂ വഴി ആ ഒരു കോഡ് എടുത്തിട്ട് പലർക്കും ചെയ്യാനായിട്ട് പറ്റും. HTML കോഡിൻ്റെയോ മറ്റ് കോഡിങ്ങിൻ്റെയോ ഒന്നും അറിവില്ലെങ്കിൽ നമുക്ക് കമ്പോസ് വ്യൂ യൂസ് ചെയ്യാം. സാധാരണയായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇത് അണ്ടോ നിങ്ങൾക്കറിയാം. ഇപ്പം ഗവൺമെൻറ് TTI എന്ന് എഴുതുവാണെങ്കിൽ ഗവൺമെൻറ് TTI കൊല്ലം. ഓക്കെ, ഇതിപ്പോൾ എഴുതി ഇത് അണ്ടോ ചെയ്താൽ പോവും, റീഡോ ചെയ്താൽ അത് വരും. ഇത് ഫോൺ ടൈപ്പ് ഏത് തരത്തിലുള്ള ഫോണ്ടാണ്, എങ്ങനത്തെ ഫോണ്ട് നമുക്ക് യൂസ് ചെയ്യണമെന്ന്. ഇപ്പോൾ ഞാൻ ഫോണ്ട് മാറ്റാൻ പോവുകയാണ്. ആഡ് മോർ ഫോണ്ട് കൊടുത്താൽ ഒരുപാട് ഫോണ്ട് ഇവിടെ വരും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, TTI ആ ഒരു ഫോണ്ടായി കണ്ടോ. അപ്പോൾ ഈ ഫോണ്ട് ഞാൻ മാറ്റുവാണ്. ഇത് മതി. ഇത് നമ്മുടെ ടെക്സ്റ്റ് എങ്ങനെയാണോ, മീഡിയം വേണോ അത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാരഗ്രാഫൊക്കെ തുടങ്ങുവാണെങ്കിൽ ഇവിടെ പാരഗ്രാഫ് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരു ഹെഡിങ് ആണ്. അപ്പോൾ ഹെഡിങ് എന്ന രീതിയിൽ ഞാൻ കൊടുത്തു. ഇത് ഇറ്റാലിക് ആക്കണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഇറ്റാലിക് ക്ലിക്ക് ചെയ്താൽ ഇറ്റാലിക് ആവും. അണ്ടർലൈൻ നിങ്ങൾക്കറിയാം. ഇത് കളർ മാറ്റുന്നതിനാണ്. ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കളർ റെഡ് കൊടുത്താൽ റെഡ് കളറാവും. ഇത് ഒരു ലിങ്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഹൈപ്പർ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് ടു ഡിസ്പ്ലേ ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്തു. എന്നിട്ട് gtti.blogspot.com ഈ ഒരു ഡൊമൈൻ നമ്മളിവിടെ കൊടുക്കുകയാണ്. കോപ്പി ചെയ്തിട്ട് ഈ ഒരു URL ഇവിടെ കൊടുക്കുകയാണ്. ഓപ്പൺ ദിസ് ലിങ്ക് ഇൻ ഓക്കെ, അപ്ലൈ ചെയ്തു. ഒന്ന് വെയിറ്റ് ആക്കാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ഹിയർ അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ബ്ലോഗിലേക്ക് ഡയറക്റ്റായിട്ട് പോകും. ഇനി ഇത് ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇൻസേർട്ട് ഇമേജ് കൊടുത്താൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും. ഇൻസേർട്ട് വീഡിയോ കൊടുത്താൽ കമ്പ്യൂട്ടറിൽ നിന്ന് വീഡിയോ ആഡ് ചെയ്യാൻ പറ്റും. ഇമോജീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് നമുക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സെൻട്രൽ അലൈനായി. ബാക്കിയൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ മതി. ബേസിക്കലി ഇത്രയൊക്കെയാണ് വേണ്ടത്. ഹൗ ടു ക്രിയേറ്റ് എ ബ്ലോഗ്. നിങ്ങളുടെ ഒരു യുക്തിക്കനുസരിച്ചിട്ട് ബ്ലോഗ് എഴുതുന്നതിൻ്റെ ഫോർമാറ്റിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വ്യൂ ചെയ്യണമെങ്കിൽ പ്രിവ്യൂ ക്ലിക്ക് ചെയ്താൽ മതി. പ്രിവ്യൂ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എഴുതിയ ബ്ലോഗ് അവിടെ ഒന്ന് പ്രിവ്യൂ ആയിട്ട് വരും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പബ്ലിഷ് ചെയ്യാം. കൺഫേം പബ്ലിഷിംഗ് പോസ്റ്റ്. പിന്നീട് നമ്മൾ ആ ഒരു ബ്ലോഗ് സ്പോട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു പോസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഹൗ ടു ക്രിയേറ്റ് എ ബ്ലോഗ് ഉണ്ടോ. ക്ലിക്ക് ഹിയർ കൊടുത്താൽ ഡയറക്റ്റ് ഈ ഒരു ലിങ്കിലേക്ക് തന്നെയാണ് വരുന്നത്. ഏറെക്കുറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.